ഇവിടെ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് കേട്ടോ ഗണേശ് ചതുർത്ഥി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഓണം കൂടി വരാൻ പോവല്ലേ. അപ്പോൾ ഈ രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ സംഭവം കളർ തന്നെയല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഗണപതിയുടെ ഇഷ്ടവിഭവമായ മോദക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ നാട്ടിൽ അട ഉണ്ടാക്കില്ലേ, അതേ സ്റ്റഫിങ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കുന്നത്. പൂവൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചായ വേഗം തന്നെ കുടിച്ചു. പൂരി, ക്ഷീര, മോദക്കൊക്കെ ആയിരുന്നു കേട്ടോ ചായക്ക് ഉണ്ടാക്കിയത്. ഉണ്ണിക്ക് ഒഴിവുള്ള ദിവസം ഉണ്ണി തന്നെയാണ് പൂവിടെ. ഉണ്ണിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല വൃത്തിയിലൊക്കെ ചെയ്യും, സ്കെയിലൊക്കെ വെച്ച്. നമ്മളെ പൂക്കളതാ കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പുറത്ത് പോയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് പോണത്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. രാവിലെ നന്നായിട്ട് ഹെവി കഴിച്ച കാരണം നമ്മൾ സിമ്പിളായിട്ടാട്ടോ മേടിച്ചത്. ഡാൽ മഖനി, പനീറിൻ്റെ കറി, അതൊക്കെയാട്ടോ നമ്മൾ കഴിച്ചത്. ഇവിടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് പൂജയൊക്കെ ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. കുറച്ച് വീട്ടിലൊക്കെ പോയി നമ്മൾ തൊഴുതൊക്കെ വന്നു. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ വലിയൊരു ഗണപതിനെ വെക്കും കേട്ടോ. അപ്പം അവിടെയും പോയിട്ട് വന്നു. ഗണേശ് ചതുർത്ഥിയോടുകൂടി ഈ വർഷത്തെ ഫെസ്റ്റിവലൊക്കെ തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡേയ്സാവും ഇനി വരാൻ പോണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ചെറിയ വീഡിയോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.